ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. തിങ് മ്യൂസിക് ഇന്ത്യക്ക് വേണ്ടി റുദ് എന്ന ഒരു 16 വയസ്സുകാരൻ്റെ മാറുമക്ക എന്ന മ്യൂസിക് വീഡിയോ ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ ലീഡ് ഫീമെയിൽ ആക്ട്രസ്സായിട്ട് വരുന്നത് ഐശ്വര്യ ശർമ്മയാണ്. നിങ്ങൾക്കറിയാം, ഡ്യൂഡ് സിനിമയിൽ ക്ലൈമാക്സിൽ പ്രദീപ് രംഗനാഥന് ജോഡിയായിട്ട് വരുന്ന ഒരു പെണ്ണ്. ആൻഡ് ഇതിൻ്റെ ലിറിക്സ് എഴുതിയിട്ടുള്ളത് ആദേശ് കൃഷ്ണയാണ്. ആദേശ് കൃഷ്ണയെ കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും. പുള്ളി സായ അഭ്യങ്കറുടെ സിനിമയിലെ അല്ലെങ്കിൽ ആൽബത്തിലെ പാട്ടുകളൊക്കെ ലിറിക്സ് എഴുതുന്നത് ആദേശ് കൃഷ്ണയാണ് മെജോറിറ്റിയും. ആൻഡ് ആ സോങ് നമ്മൾ റിയാക്ട് ചെയ്യാം. കമോൺ. 16 വയസ്സ് ഗൈസ്. നിങ്ങൾ ആ 16 വയസ്സിൽ എവിടെയായിരുന്നു? ചിത്ര ബുദ്ധിയ ശരി. പാട്ട് തുടക്കം തൊട്ട് ഒരു സായ ഭയങ്കർ മൂഡല്ലേ. സായ ഭയങ്കറുടെ അനിയനെന്ന് നീ പറഞ്ഞത് കറക്റ്റാണോ? ഇനി പാട്ട് ലിറിക്സും സെറ്റിങ്ങും എല്ലാം കേൾക്കുമ്പോൾ ഒരു സായ ഭയങ്കറുടെ ഒരു ഛായ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആസകൂടെ സെറ്റിംഗ് അല്ലേ ഇത്? ചിത്രപുത്രി അല്ലേ? ചിത്രപുത്രി എനിക്ക് ഇപ്പോഴും സ്റ്റിൽ ഒരു സായ വൈബാണ് തോന്നുന്നത്. ഇനിയിപ്പം ന്യൂ സായ ബാങ്കറോന്റെ ടൗൺ ആയിരിക്കും എന്ന് അറിഞ്ഞൂടാ. ആ സെറ്റിങ്ങും എല്ലാം അതുപോലെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് എനിക്ക് മാത്രമാണ് തോന്നുന്നത്, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ശരിയാക്കോ? ആ ട്രാൻസിഷൻ കൊള്ളാം. എനിക്കെന്തോ സായിയുടെ ചൊവ്വ അടിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ചെറുക്കൻ കത്തും. റുദ് ഇപ്പൊ 16 വയസ്സ്. ഇനി ഇപ്പൊ തന്നെ ഇത്രയും ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ ചാൻസ് ഒക്കെ കിട്ടിയില്ലേ, അത് എന്റെ ടാലന്റ് കൊണ്ട് തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും വളർന്നു വരട്ടെ. ഐ ലവ് യു എന്നല്ല, വേറെ എന്താണ് പറഞ്ഞത്? ചത്തോവനായിരിക്കും പറഞ്ഞത്. ഇവളെന്തോ പാട്ട് പാടിയത്, മ്യൂസിക് ആൻഡ് പ്രൊഡ്യൂസ്ഡ് എല്ലാം ചെറുക്കനാണ്, റുദ്. ആൻഡ് പാട്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പം പൊതുവെ ഒരു നല്ല പോസിറ്റീവ് റിവ്യൂ പറയാനില്ല. കേട്ട പാട് എനിക്ക് ആ മ്യൂസിക് സായ അഭ്യങ്കറുടെ ചിത്രപുത്രി ആസകൂടാൻ ലിറിക്സും അതുപോലെ കാരണം ആ ഒരു വൈബിൽ ആ ഒരു മൂഡിൽ പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഫുൾ സാധനം. ആൻഡ് സമയമുണ്ട്, ആൻഡ് ഇനിയും പ്രോപ്പറായിട്ട് നല്ല രീതിക്ക് ചെയ്യാൻ. പിന്നെ തുടക്കത്തിൽ ഈ കമ്പാരിസൺ ഒക്കെ വരും.
അതിപ്പോൾ ഞാൻ തന്നെ പറഞ്ഞില്ലേ. നമുക്ക് കാരണം ഞാൻ എൻ്റെ ഓണസ്റ്റ് ഒപ്പീനിയൻ ആണ്. എനിക്ക് ആദ്യം കേട്ടപ്പോൾ ആ ഒരു തോട്ടാണ്, ആ ഒരു സെറ്റിംഗ്, ആ ഒരു ലിറിക്സ് ടൈപ്പാണ് തോന്നിയത്. പോരാ നാദേശ് കൃഷ്ണ സായബേക്കറിൻ്റെ മ്യൂസിക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ മ്യൂസിക് ലിറിക്സ് ചെയ്യുന്ന ആളാണ്. ആ ലിറിക് റൈറ്റർ തന്നെ ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് ആ ഒരു കണക്ഷൻ തോന്നി, ആ റിലേഷൻ തോന്നി. അപ്പോൾ ഇനിയും അവസരങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. പാട്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഒന്നും പറയാൻ പറ്റൂല. കുറച്ച് ദിവസം ഇങ്ങനെ കിടന്നിട്ട് റീൽസിൽ ഇങ്ങനെ ഒറ്റയടിക്ക് ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ട് കിടക്കും. ആൻഡ് പാട്ട് കുഴപ്പമില്ല, ഫസ്റ്റ് ഇതിൽ കുഴപ്പമൊന്നുമില്ല. ഇനി കേട്ട് വരുമ്പോൾ ചിലപ്പോൾ കൊള്ളായിരിക്കുമോ അല്ലെങ്കിൽ വീണ്ടും ബോറടിക്കുമോ എന്നൊക്കെ കണ്ടറിയാം. റുദ്